1977 ഓഗസ്റ്റ് 15 അമേരിക്കയിലെ ഒരു വലിയ റേഡിയോ ടെലിസ്കോപ്പ് ബഹിരാകാശത്തു നിന്ന് വരുന്ന സിഗ്നലുകൾ നിരീക്ഷിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു അസാധാരണ റേഡിയോ സിഗ്നൽ ലഭിച്ചു. അത് വെറും 72 സെക്കൻഡ്സ് മാത്രം നീണ്ടുനിന്നു. പക്ഷേ ആ 72 സെക്കൻഡ്സ് ഇന്നുവരെ ലോകത്തെ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നു. കാരണം ആ സിഗ്നൽ പിന്നീട് ഒരിക്കലും തിരികെ ലഭിച്ചില്ല. ഇതാണ് ദ വൗ സിഗ്നൽ. 1977 അമേരിക്കയിലെ ഒഹയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബിഗ് ഇയർ റേഡിയോ ടെലിസ്കോപ്പ് പതിവ് പോലെ ബഹിരാകാശം നിരീക്ഷിക്കുകയായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവിടെ ജോലി ചെയ്തിരുന്ന ആസ്ട്രോണമർ ജെറി എഹ്മാൻ കമ്പ്യൂട്ടർ പ്രിന്റൗട്ട് പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് വരിയിലെ അസാധാരണമായ ഡാറ്റ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സിഗ്നൽ ശക്തി സാധാരണയേക്കാൾ വളരെ കൂടുതലായിരുന്നു. അതിന്റെ സമീപത്ത് അദ്ദേഹം ചുവന്ന പേന കൊണ്ട് ഒരു വാക്കെഴുതി, വൗ. അങ്ങനെ ആ സിഗ്നൽ ലോകമെമ്പാടും ദി വൗ സിഗ്നൽ എന്ന പേരിൽ അറിയപ്പെട്ടു. സാധാരണ ബഹിരാകാശ ശബ്ദങ്ങൾ റാൻഡം ആയിരിക്കും, പക്ഷെ ഈ സിഗ്നൽ വളരെ ക്രമബദ്ധമായിരുന്നു. അതിന്റെ ഫ്രീക്വൻസി ഏകദേശം 1420 മെഗാഹെർട്സിനോട് വളരെ അടുത്തായിരുന്നു. ഈ ഫ്രീക്വൻസി ഹൈഡ്രജനുമായി ബന്ധപ്പെട്ടതാണ്. ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിയുള്ള നാഗരികത സന്ദേശം അയക്കുകയാണെങ്കിൽ ഈ ഫ്രീക്വൻസി തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ടെന്ന് ചില ശാസ്ത്രജ്ഞർ കരുതിയിരുന്നു. വൗ സിഗ്നൽ ലഭിച്ചതിന് ശേഷം ലോകമെമ്പാടുമുള്ള റേഡിയോ ടെലിസ്കോപ്പുകൾ അതേ ഭാഗത്തേക്ക് വീണ്ടും വീണ്ടും തിരിഞ്ഞു. പക്ഷേ ആ സിഗ്നൽ പിന്നീട് ഒരിക്കലും ലഭിച്ചില്ല. വർഷങ്ങളോളം അന്വേഷണം തുടർന്നെങ്കിലും അതേ സിഗ്നൽ വീണ്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ സിഗ്നൽ എന്തായിരിക്കും? ഒന്നാമത്തെ തിയറി, ഇത് ദൂരെയുള്ള നക്ഷത്ര സംവിധാനത്തിൽ നിന്നുള്ള സ്വാഭാവിക റേഡിയോ സിഗ്നൽ ആയിരിക്കാം. രണ്ടാമത്തെ തിയറി, ഒരു വാൽനക്ഷത്രത്തിന്റെ ചുറ്റുമുണ്ടായിരുന്ന ഹൈഡ്രജൻ ക്ലൗഡ് കാരണമായിരിക്കാം. ഈ ആശയം പിന്നീട് ചില ഗവേഷകർ മുന്നോട്ട് വെച്ചു, പക്ഷെ എല്ലാ ശാസ്ത്രജ്ഞരും അത് അംഗീകരിച്ചില്ല. മൂന്നാമത്തെ തിയറി, ഇതൊരു ബുദ്ധിയുള്ള അന്യഗ്രഹ നാഗരികതയുടെ സന്ദേശമായിരിക്കാം. പക്ഷെ ഇതിനും തെളിവുകളൊന്നുമില്ല, ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇന്നും ദ വൗ സിഗ്നൽ സെർച്ച് ഓഫ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ റേഡിയോ സിഗ്നലുകളിൽ ഒന്നാണ്. കാരണം ഈ സിഗ്നൽ വ്യക്തമായിരുന്നു, ശക്തമായിരുന്നു, പക്ഷെ ഒരിക്കലും മാത്രം കേട്ടു, അതിനുശേഷം എന്നേക്കുമായി അപ്രത്യക്ഷമായി. അപ്പോൾ ദ വൗ സിഗ്നൽ ഒരു സ്വാഭാവിക ബഹിരാകാശ പ്രതിഭാസമായിരുന്നോ? അല്ലെങ്കിൽ നമ്മൾ മാത്രം ഈ പ്രപഞ്ചത്തിൽ ഇല്ലെന്നതിൻ്റെ ഒരു സൂചനയായിരുന്നോ? നിങ്ങൾക്കിതിനെ പറ്റിയുള്ള അഭിപ്രായം കമൻ്റായി ഇടുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.